സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രങ്ങളോടുകൂടി ശരണം വിളികളോട് കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ ദീപാരാധനയ്ക്ക് സമയത്തു തന്നെ ദിവ്യ ജ്യോതിസ് തെളിയുന്ന മനോഹരമായ കാഴ്ച. ഭക്ത സഹസ്രങ്ങളുടെ ഭക്തകോടികളുടെ കണ്ടങ്ങളിൽ നിന്ന് ഉയരുന്ന ശരണം വിളികളിതാ ഇവിടെ അലയടിക്കുകയാണ്. സന്നിധാനം മുഴുവനും ആ ശരണമന്ത്രങ്ങൾ അലയടിക്കുന്ന ദിവ്യമായ ആ കേൾവി, ആ മന്ത്രങ്ങളുടെ അലയൊലിവിൽ ഒന്നാമത്തെ ജ്യോതി തെളിഞ്ഞ് രണ്ടാമത് വീണ്ടും ദിവ്യ ജ്യോതിസ് ആ പൊന്നമ്പലമേട്ടിലെ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നു. ആ ദിവ്യ ജ്യോതിസ് കണ്ട് ജ്യോതിസ്വരൂപനായ ഭഗവാൻ ശ്രീ മണികണ്ഠൻ്റെ ധർമ്മശാസ്താവിൻ്റെ ജ്യോതിസ്വരൂപനായ പ്രപഞ്ചശക്തിയായ ഭഗവാനെ കൺകുളിർക്കെ ജ്യോതിസ്വരൂപമായി ആരാധിക്കുന്ന ആ പരിപാവനമായ പവിത്രമായ ആ നിമിഷത്തിന് ലോകം മുഴുവൻ സാക്ഷിയാകുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ ആ മന്ത്രധ്വനികളോടുകൂടി ഈ അന്തരീക്ഷം മുഴുവൻ ശരണമന്ത്രങ്ങളാൽ അലയടിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭഗവാന്റെ ദിവ്യ ജ്യോതിസ് മൂന്നാമതും തെളിഞ്ഞ് ഭഗവാന്റെ ഈ മകരസംക്രമ സന്ധ്യയിലെ ദിവ്യ നക്ഷത്രം ആകാശത്തിന് മുകളിലായി മിന്നിത്തിളങ്ങി ഉദിച്ചു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. ആ ആകാശത്തിന് മകര ജ്യോതിസ് തെളിഞ്ഞതിന് തൊട്ടുമുകളിലായി മകരനക്ഷത്രം മിന്നിത്തിളങ്ങുന്ന കാഴ്ചയും ഭക്തർക്ക് ജനം ഈ ചാനലിലൂടെ കാഴ്ച കാണാവുന്നതാണ്. അതാണ് മകര നക്ഷത്രം. ആ മകര നക്ഷത്രത്തിൻ്റെ താഴെയായിട്ടാണ് ദിവ്യ ജ്യോതിസ് തെളിഞ്ഞിരിക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രം അലയടിക്കുന്ന സന്നിധാനം, ഭക്തിയുടെ പാരവശ്യത്താൽ ആറാടുന്ന ഭക്ത മനസ്സുകൾ ആനന്ദ നിർവൃതിയിൽ ശരണം വിളിച്ചുകൊണ്ട് അവരുടെ 2-3 ദിവസക്കാലമായിട്ടുള്ള ആ യാത്രയുടെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ സാഫല്യമിതാ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ.